തന്നെ ഒരു വലിയ വാർത്ത കൊണ്ടുവരാൻ കഴിഞ്ഞതിന്റെ സന്തോഷമുണ്ട്. എന്തായാലും ഈ വിവരങ്ങൾ വലിയ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് എനിക്ക് ഈ ഫോം ലഭിച്ചതിന് ശേഷം ഇതിലെ തീയതികളാണ്. അതായത് 1/7/1987, അതോടൊപ്പം തന്നെ 1/2/12/2004 ഈ ഡേറ്റുകൾ ഈ തുടർച്ചയായി ഈ ഫോമുകളിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡേറ്റുകളുടെ പ്രത്യേകത എന്ന അന്വേഷണത്തിനൊടുവിലാണ് ഇത് ഈ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. അത് നേരത്തെ നമ്മുടെ സ്റ്റോറിയിൽ സംസാരിച്ച രത്തൻ കേൽക്കർ, ഈ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടി അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതായത് 1/7/1987 പൗരത്വവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു നിയമം ഇന്ത്യയിൽ വരുന്നത്. അതായത് ഇന്ത്യക്ക് റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 മുതൽ 1987 ജൂലൈ 1 വരെ ജനിച്ച ആളുകളെല്ലാം തന്നെ ഈ ജന്മൻ കൊണ്ട് തന്നെ ഇന്ത്യയിലെ പൗരന്മാരാണ് എന്ന് അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. പിന്നീട് 1987 ജൂലൈ 1 മുതൽ 2004 ഡിസംബർ 2 വരെ ഈ കാലയളവിൽ ജനനം കൊണ്ട് മാത്രം അവർ ഇന്ത്യൻ പൗരനാവില്ല. ആ ജനിച്ചതോടൊപ്പം തന്നെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാകണം. ഒന്നില്ലെങ്കിൽ അച്ഛൻ ഇന്ത്യൻ പൗരനാകണം, അല്ലെങ്കിൽ അമ്മ ഇന്ത്യൻ പൗരയാകണം. ഇത് കഴിഞ്ഞ് 2004 ഡിസംബർ 3 മുതൽ അതിനുശേഷം ജനിച്ച ആളുകൾ എല്ലാം തന്നെ അവർ ജന്മം കൊണ്ട് ഇന്ത്യൻ പൗരനാകില്ല. അതോടൊപ്പം തന്നെ അവരുടെ മാതാവും പിതാവും ഇന്ത്യൻ പൗരനാകണം എന്നുള്ളതാണ്. ശരിയാണ്, ഒരു ഇന്ത്യൻ പൗരന് മാത്രമാണ് ഇത്തരം വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും വോട്ട് ചെയ്യാനുള്ള അവകാശവും. പക്ഷേ ഈ പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ട, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട തീയതികളാണ് ഇതിലെല്ലാം തന്നെ ചോദിക്കുന്നത്. ഇതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നത്. നമുക്കറിയാം, ഒരാളുടെ ജനന തീയതി പറഞ്ഞാൽ തന്നെ അയാൾ ഏത് കാലയളവിൽ ജനിച്ച ആളാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കൃത്യം തീയതി വെച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതിൽ ഈ സിറ്റിസൺ അമെൻമെന്റ് ആക്ട് ആണ് ഈ SIRന്റെ ഒരു ആധാരമായി തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, CAA നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി NRC, CAA ഇതിനൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. NRC നടപ്പിലാക്കണമെങ്കിൽ ആദ്യം സെൻസസ് നടപ്പിലാക്കണം. നമുക്കറിയാം, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സെൻസസ് നടന്ന ഏറെ വർഷങ്ങളായി. അത് വലിയ സമയമെടുത്ത് നടത്തേണ്ടതാണ്. പക്ഷേ SIR വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനി ഈ വരുന്ന ഒരു ഭാവിയിൽ ഈ സിറ്റിസൺ അമെൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉപയോഗിക്കുമോ എന്നതിലൊന്നും വ്യക്തതയില്ല. പക്ഷേ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ആധാരമാക്കിയുള്ള തീയതികളാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ മുഴുവൻ ചോദിക്കുന്നത്. ഒരു വ്യക്തിക്ക്, അതായത് ജിൽസിക്കും സൈഫുദ്ദീനും എനിക്കുമെല്ലാം തന്നെ 2002 വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടാവില്ല. അന്ന് നമുക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഈ 18 വയസ്സ് തികയാത്തത് കൊണ്ട് തന്നെ ഇനി ഫോം C നമ്മൾ ഇതിനൊപ്പം തന്നെ പൂരിപ്പിച്ച് നൽകണം. അതോടൊപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു 12-ൽ പറഞ്ഞ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ രേഖ കൂടി ഹാജരാക്കണം. ഇതിൽ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഇവരുടെ മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ്. അത് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല, ഏതെങ്കിലും ഈ 12-ൽ ഒന്ന്. പക്ഷെ നമുക്കറിയാം, ഈ 12-ൽ ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ മാത്രമാണ് എവിടെയാണ് ജനിച്ചത് എന്ന് ഉണ്ടാവുകയുള്ളൂ. അതും പഴയ സ്കൂൾ സർട്ടിഫിക്കറ്റ്. ഞാൻ ഇന്നലെ എൻ്റെ പിതാവിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കി, അതിൽ ഈ പ്ലേസ് ഓഫ് ബർത്ത് എന്നത് ഇല്ല. പിന്നീട് ഈ ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ്. എത്ര ആളുകളുടെ ഈ മാതാപിതാക്കൾക്ക് ഇത്തരം ജനന സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്. 87 ശേഷം ജനിച്ചവർക്ക് ഇപ്പോ ആരെങ്കിലും ഒരാൾ, രക്ഷിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാകണമെന്ന നിർബന്ധം. 2004 ശേഷമാണെങ്കിൽ രണ്ടുപേരും, പിതാവും മാതാവും ഇന്ത്യൻ പൗരന്മാരാകണം എന്നൊരു നിർബന്ധ ബുദ്ധി. അപ്പൊ ഇത് ബീഹാറിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. അവിടുത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്ന ഘട്ടത്തിൽ അവർക്ക് കൊടുത്ത ഫോമും ഈ രീതിയിൽ തന്നെയായിരുന്നു എന്ന് സാജിദിന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോ ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാണോ? അപ്പൊ നേരത്തെ രത്തൻ യു ഖേൽക്കറുമായിട്ട് നേരത്തെ സംസാരിച്ചിരുന്നല്ലോ സാജിദ്, ആ ഘട്ടത്തിൽ ഈ കാര്യം സംസാരിച്ചിരുന്നോ? അപ്പൊ ഇത് എങ്ങനെയായിരിക്കും? ഇത് വീട്ടിൽ ഈ BLOമാരെത്തി കാര്യങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഫോമിന്റെ കാര്യങ്ങളൊക്കെ നിർബന്ധ ബുദ്ധിയാ തന്നെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ?
സൈഫുദ്ദീൻ, ഇത് ബീഹാറിന്റെ ഫോമാണ്. കേരളത്തിൻ്റെത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. അതായത് ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം ഇതാണ് ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കുക. അത് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി സംസാരിച്ചപ്പോൾ, അന്ന് അട്ടപ്പാടിയിൽ വെച്ച് സംസാരിച്ചപ്പോഴും പിന്നീട് ഫോണിൽ സംസാരിച്ചപ്പോഴും ഇത് തന്നെയാണ് അതിന്റെ മാനദണ്ഡം എന്നതിൽ ഒരു സംശയവുമില്ല. അത് ഓരോരോ സംസ്ഥാനത്തിൽ അതത് ആളുകളുടെ തദ്ദേശീയ ഭാഷയിൽ ഇത് പൂരിപ്പിച്ച് നൽകുക എന്നുള്ളതാണ്. ഇതിൽ 1987 ജൂലൈ 1 മുൻപാണോ ജനനം എന്ന് ചോദിച്ചാൽ അതിൽ ആണ് അല്ല എന്ന് ഈ ടിക്കറ്റ് പോവുക മാത്രമാണ്. ഇത് എന്തിനാണ് എന്ന് ആളുകൾക്ക് കൃത്യമായി അറിയില്ല. ഇതിൽ ഇന്ന് ഞാൻ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത്തരം സംശയങ്ങൾ ആദ്യമായാണ് എന്നോട് ഒരാൾ ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഡേറ്റുകൾ തുടരെ വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ സംശയം. ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഈ ഫോം കിട്ടിയിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. BLOമാരുടെ കൈകളിലേക്കും മറ്റുമാണ് നിലവിൽ ഈ ഫോമുകൾ ഈ പരിശീലനത്തിന്റെ ഭാഗമായി എത്തിച്ചിട്ടുള്ളത്. അവരും ഈ നിലവിൽ ഫീൽഡിൽ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഈ വോട്ടർ പട്ടികയുടെ താരതമ്യ പഠനമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഫോം C പൂരിപ്പിക്കണം. പുതുതായി എത്തുന്ന ആളുകൾ, അത് ഈ 18 വയസ്സ് പൂർത്തിയായി വോട്ടർ പട്ടികയിൽ പുതുതായി എത്തുന്ന ആളുകളും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും വോട്ടുള്ള ആളുകൾ മറ്റൊരു 20-ാം തീയതി ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഈ സാമൂഹിക മണ്ഡലത്തിലെ നേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം ഇലക്ഷൻ കമ്മീഷന് വിളിച്ചു ചേർക്കും. അതിനകത്ത് നമുക്ക് ആവലാതികളും ആശങ്കകളും ഒക്കെ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ വിഷയം സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ കമ്മീഷന്റെ മുന്നിൽ വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫോം ഒഴിവാക്കാനൊന്നും ഒരു സാധ്യതയില്ല. അപ്പൊ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് എത്ര വലിയ ഗൗരവത്തോടു കൂടി വിഷയം അവതരിപ്പിക്കാം? അങ്ങനെ അവതരിപ്പിച്ചാൽ തന്നെ വല്ല ഫലം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സൈഫുദ്ദീൻ, യോഗം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാന നേതാക്കളുടെ എല്ലാം തന്നെ പല ആശങ്കകളും ഉന്നയിച്ചിരുന്നു. അതിൽ പക്ഷേ ഇത്തരം പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നിട്ടില്ല. അതിന് കാരണം ഇത്തരം ഒരു ഫോം അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം CPM-ൽ നിന്ന് MP ജയരാജനെ പോലെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നു. എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ ഈ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തി അതിന്റെ മാനേജ്മെന്റിൽ പരിചയമുള്ള നേതാക്കളാണ്. എനിക്ക് ഡേറ്റുകൾ തുടരെ ഈ ഫോമിൽ കണ്ടപ്പോഴാണ് എന്താണ് ഈ തീയതികളുടെ പ്രത്യേകത എന്ന ഒരു അന്വേഷണം നടത്തുമ്പോഴാണ് ഇത് പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ്. അത് പിന്നീട് ചീഫ് ഇലക്ടറൽ ഓഫീസർ നമ്മോട് ബൈറ്റിൽ കൃത്യമായി സമ്മതിക്കുന്നുണ്ട്. എന്തായാലും പൗരത്വവുമായി ബന്ധപ്പെട്ട തീയതികൾ മാനദണ്ഡമാക്കി അത്തരം വിവരങ്ങളാണ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ ഏത് രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഒരു സൂക്ഷ്മമായി അത് നിരീക്ഷിച്ച് അതിനകത്ത് ഇത്തരം ചില ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിന് തോന്നിയ ഒരു സംശയമാണ് ഒരു വലിയ നാഷണൽ ബ്രേക്കിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, കൂടുതൽ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയണം. എന്തായാലും കേരളം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനമുള്ള ആളുകൾ നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ടാവും. അതായത് രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്ക് സാധ്യതയുണ്ട്. ഞാൻ ഈ യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിലൊക്കെ കാണാറുണ്ട് പുറത്ത് പൗരത്വമുള്ള ആളുകളെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരക്കാരുള്ള ആളുകളൊക്കെയാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വാർത്ത ഇത് നമ്മൾ ഇന്ന് മുഴുവൻ ചർച്ച ചെയ്യാൻ, ഇന്ന് മാത്രമല്ല കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വാർത്തയാണ്. അതിനെ കൂടുതൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാം. പക്ഷേ എന്റെ ഒരു സംശയം നോക്കൂ, ബീഹാറിലൊക്കെ ഇതേ ഫോം കൊടുത്തിട്ട് പോലും അതൊരു വാർത്തയായിട്ടില്ല എന്നുള്ളതാണ്. റിപ്പോർട്ടർമാർ അവിടെ ഇല്ല. അതുകൊണ്ടാണ് വളരെ നിരീക്ഷണവും സൂക്ഷ്മതയൊക്കെ ഉള്ള ആളുകൾ അവിടെ ഇല്ല എന്നുള്ളത് കൂടിയാണ്. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ കാര്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടത് ചില